ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോണത് മാമലക്കണ്ടത്തിനാട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കണ്ട് ഇവിടെ പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊന്ന് പോകാനുള്ള സമയം. നമ്മൾ ബൈക്കിനാട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പം ഈ കാട് വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ ബൈക്കിന് പോകുന്നതാണ് കൂടുതൽ നല്ലത്. നമുക്ക് ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പോണത്. അപ്പം ഞാൻ ബൈക്കിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നും. ഇതാകുമ്പോൾ നല്ല രസമാണ് ബൈക്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. സുക്കുമ്പി ഇത്രയും വലുതായതിന് ശേഷമാണ് ഞങ്ങൾ ബൈക്കിന് പോയി തുടങ്ങിയത്. അത്രയും നാൾ ഞങ്ങൾ പോകില്ലായിരുന്നു, കാരണം അവനെയും വെച്ചിട്ട് പോകാൻ പാടായിരുന്നു. അങ്ങനെ നമ്മളിതേ പൊക്കോണ്ടേ ഇരിക്കുവാണ്. നല്ല രസമാണ് കാടും മലയൊക്കെ താണ്ടിയായിട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ പേടിയാവുന്നുണ്ട്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ആനപ്പിണ്ടമൊക്കെ കാണുകയും ചെയ്തു, ആന ചവിട്ടി നടക്കുന്ന സ്ഥലമൊക്കെ കാണുകയും ചെയ്തു. അതൊരു പേടിയാവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടത്. വെള്ളച്ചാട്ടം അല്ല, ജസ്റ്റ് ഒരു ഇതെന്താ പറയുക, അരുവിയോ അങ്ങനെ എന്ത് സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കിളികളുടെ കീ എന്നുള്ള ശബ്ദവും അതുപോലെ ഈ വെള്ളത്തിൻ്റെ ഓളം നിറഞ്ഞ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി കാലൊക്കെ ജസ്റ്റ് ഒന്ന് മുക്കി കഴുകി കുറേ നേരം വെള്ളത്തിൽ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ആന വരുമോ എന്നുള്ള ചിന്തയായിരുന്നു. സുക്കുമ്പി ഒരുപാട് നേരം കളിച്ചു കേട്ടോ. അവനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രാന്താണ്. അതുകൊണ്ട് അവന് കുറേ നേരം കളിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്തായിരുന്നു. അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇറങ്ങിയത് തന്നെ. അവൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. കാരണം വേറെ ആരും ഇല്ലല്ലോ. ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്കൊരു മടിയായിട്ട് തോന്നുമെങ്കിലും അതുകൊണ്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം ഇങ്ങനെ ചുറ്റി അടിച്ച് അതിൽ കൂടെ ഒക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നേരെ മാമലക്കണ്ടം സ്കൂളിലേക്കാണ് പോയത്. അവിടെയാണെങ്കിൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സുള്ള ദിവസമായിരുന്നു. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന പിള്ളേരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ശരിക്കും നല്ല വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ. അവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയി നമ്മൾ പിന്നെ സ്നാക്സും മറ്റെന്തുവാ നാരങ്ങ വെള്ളം, ഉപ്പ് സോഡ അതൊക്കെ കുടിച്ചു കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്നു. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ തന്നെ നല്ല വ്യൂ ആണ്, നല്ല രസമാണ് അവിടെ ഇരിക്കുമ്പോൾ തന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പേരൊന്നും ഉണ്ടായില്ല കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം ഇവിടെ ഇപ്പം ജ്യൂസ് കുടിക്കാൻ വന്ന കാര്യം വെച്ചാൽ അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കായിരുന്നു. അപ്പോൾ ഓരോരുത്തർ മാറിയാലാണല്ലോ നമുക്കും പോയി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പം നമ്മൾ കുറേ നേരം കടയിലിരുന്നു. പിന്നെ ഉപ്പിട്ട നെല്ലിക്ക അതുപോലെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടു. എവിടെ പോയാലും ഉപ്പിലിട്ടത് നമുക്ക് മസ്റ്റാണല്ലോ. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്കും എൻ്റെ കെട്ടിയോനിക്കും ഇതൊരു വികാരം തന്നെ കേട്ടോ. ഈ ഒരു ഉപ്പിലിട്ടത് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ പോയി നിന്നു. കുറേ വീഡിയോസൊക്കെ എടുത്തു, ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ചും കൂടി വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പൊക്കെ വരും എന്നാണ് അവർ പറയണത് കേട്ടത്. ഞങ്ങൾ രാവിലെ തന്നെയാണ് പോയത്. കാരണം വൈകുന്നേരമൊക്കെ എന്തെങ്കിലും മഴയൊക്കെ വന്നാലൊന്നും കൊടുത്തിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോയത്. അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. അതിന് ഉരുളത്തണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ എന്തോ തണ്ണിയോ അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, വെള്ളച്ചാട്ടം. അവിടെ നല്ല രസമുള്ള വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ട്രെക്കിംഗ് ആണ്. നമ്മൾ ട്രെക്കിംഗ് പോകാൻ പാകത്തിനല്ല വന്നത്. അതുകൊണ്ട് നമ്മളവിടെ പിന്നീട് ഒരു ദിവസം പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് കുട്ടമ്പുഴയിലൊന്ന് പോകാമെന്ന്. ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. കാര്യം കല്യാണം കഴിഞ്ഞ് 6 വർഷമായെങ്കിലും ഞാൻ ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസം എന്ന് വെച്ചാൽ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് കുഞ്ഞു കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ സുക്കുമ്പിക്ക് ഇവിടെയും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഇക്കാക്ക വെള്ളത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് അവനെ വെള്ളത്തിലൊക്കെ ഇറക്കിയിടും. ഞാൻ ഇറങ്ങിയില്ല, കാരണം എൻ്റെ പാൻറ്റ് നനയും. ഒന്ന് നനഞ്ഞിട്ട് വന്ന വഴിക്കാണ് ഉണങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. അവനെ പിടിച്ചിറക്കി. കുറേ നേരം അവൻ അവിടെ നിന്ന് കളിച്ചു. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു കൊച്ചിനെ അവിടെ അത്രയ്ക്കൊന്നും ഇറക്കണ്ട, തിരിച്ചു പൊക്കോട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് വിട്ടേ. പിന്നെയാണ് ഞങ്ങളോട് പോകുന്നത്. പിന്നെ നമ്മൾ തട്ടേക്കാട് പോയിട്ടോ, പക്ഷി കേന്ദ്രമില്ലേ അവിടെ പോയായിരുന്നു. അവിടെ പോയി ഇവിടെ നിന്ന് നമ്മൾ സ്നാക്സും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ, വീഡിയോസൊന്നും പിടിച്ചില്ല. കാരണം എനിക്ക് ഇങ്ങനെ പക്ഷികളെ കാണല് അങ്ങനത്തെ വലിയ താല്പര്യമൊന്നും ഇല്ലേ. സുക്കുമ്പി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ പോയത്. പിന്നെ സുക്കുമ്പിക്ക് അപ്പോഴത്തേക്കും ഇളകി എന്ന് പറഞ്ഞാൽ വാശി കയറി ഭയങ്കരമായിട്ട് അവൻ ഇടഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ ആകെ ദേഷ്യവും വാശിയായിരുന്നു. കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് വാശി കാണിക്കുമായിരുന്നു. പിന്നെ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഭൂത്താങ്കെട്ടിലൊന്ന് പോയായിരുന്നു. ഭൂത്താങ്കെട്ടി പോയി കുറേ നേരം അവിടെ നിന്ന് വെള്ളം കണ്ടിരുന്നു. എനിക്ക് ഈ പുതിയ പാലത്തിൽ നിൽക്കാനായിട്ട് ഇഷ്ടം. കാരണം പഴയ പാലത്തിൽ നിൽക്കുമ്പോൾ വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വണ്ടിയൊക്കെ പോകുമ്പോൾ കിടുകിടാന്നുള്ള ഇടിയും ഒരു പാലം കിടന്ന് കുലുങ്ങും പോലെയൊക്കെ തോന്നും. കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ സുക്കുമ്പീനെ ഒന്ന് സെറ്റാക്കാൻ
സുക്കുമ്പിക്ക് പാർക്കിലൊക്കെ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ ഇവിടെ ഉണ്ടല്ലോ പാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് നേരെ പാർക്കിൽ പോയി. ഇക്കാക്ക എന്നെയും സുക്കുമ്പീനെയും പാർക്കിലാക്കിയിട്ട് പുറത്ത് നിന്നു കേട്ടോ. കാരണം പുള്ളിക്കാരൻ അകത്ത് കയറാനില്ലാന്ന് പറഞ്ഞു. ഇനി ഇവിടെയും കിടന്ന് ഓടി പറയാൻ പറ്റില്ല. കാരണം രാവിലെ 12 മണി 10:30 ഒരു 11 മണിക്കൊപ്പം നമ്മൾ ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞ് 5 മണിയായപ്പോഴാണ് നമ്മളിവിടുന്ന് കയറിയപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞായിരുന്നു പെട്ടെന്ന് ഇറങ്ങണം കേട്ടോ, 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം കേട്ടോ എന്നും പറഞ്ഞു. പിന്നെ അവനെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലാടിക്കുകയും അതുപോലത്തെ അവന് പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പോകാനുള്ള ഒരു ഡേറ്റ് ആയി തുടങ്ങി. അപ്പോൾ അതിന് മുന്നേ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. ബൈ.